സന്നിധി തന്നിൽ നായക എന്നും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മുടെ ശ്രദ്ധയെ അല്പസമയം ദൈവത്തിലേക്ക് തിരിക്കുവാൻ ഇവരേറിയ അവസരം ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അതിപ്രകാരമാണ്: 666 എന്ന സംഖ്യയെ ആസ്പദമാക്കിയുള്ള അതിനോടനുബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വാക്യം ഇങ്ങനെയാണ്: ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ, അതിൻ്റെ സംഖ്യ 666. ഇവിടെ നമ്മൾ ആധികാരികമായിട്ട് ചിന്തിക്കുമ്പോൾ നെപ്പോളിയൻ, ഹിറ്റ്ലർ, റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ, കൂടാതെ അമേരിക്കയുടെ പ്രസിഡന്റന്മാരായിരുന്നവർ പലരും ഈ 666 എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളവരാണ്. കൂടാതെ രസകരമായൊരു കാര്യമെന്ന് പറയുന്നത്, അവിടുത്തെ തന്നെ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് വിൽസൺ റീഗനാണ് ഈ സംഖ്യയ്ക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള പേരുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമ്മൾ അല്പം ആധികാരികമായി ചിന്തിച്ചാൽ ഈ 666 എന്ന സംഖ്യ വേദപുസ്തകത്തിൽ വളരെ അടിസ്ഥാനപരമായി കാണപ്പെടുന്നു. ഇതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്നും ഒരു മൃഗത്തിൻ്റെ സംഖ്യയാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിലും വെളിപ്പാട് പ്രവചനത്തിലും ഒരു മൃഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ സംഖ്യയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് മൃഗത്തിൻ്റെ സംഖ്യ എന്നത് ചക്രവർത്തിമാർ, സ്വേച്ഛാധിപന്മാർ, രാഷ്ട്രത്തലവന്മാർ എന്നിങ്ങനെ ചരിത്രത്തിലുടനീളമുള്ള പേരുകൾക്കെല്ലാം ഇത് ബാധകമാണ്. നമുക്കറിയാം, ഒരു ശക്തി അല്ലെങ്കിൽ ഈ മൃഗശക്തി 1260 വർഷക്കാലം ദൈവത്തിൻ്റെ സത്യസഭയെ പീഡിപ്പിച്ചിരുന്നതായിട്ടുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. എന്നാൽ ആ പീഡിപ്പിക്കപ്പെട്ട മൃഗം എന്ന് പറയുന്നത് ഈ സംഖ്യയെ പ്രദാനം ചെയ്യുന്നതായ മൃഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യൻ്റെ സംഖ്യ കൂടെയാണ്. പ്രത്യേകിച്ച് ഇതൊരു അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമാ സഭയുടെ ഇന്നത്തെ തലവനായിരിക്കുന്ന മാർപ്പാപ്പയെ ഇതിൽ വിരൽ ചൂണ്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ഇരിക്കുന്നതായ ആ കിരീടത്തിൻ്റെ ഓരോ സംഖ്യകൾ, ആ കിരീടത്തിലെ ഓരോ ഉപകരണത്തിൻ്റെയും അല്ലെങ്കിൽ അതിൽ പിടിപ്പിച്ചിരിക്കുന്നതായ ഉപകരണങ്ങളുടെ സംഖ്യകൾ റോമൻ ഭാഷയിൽ അല്ലെങ്കിൽ ഓരോ അക്ഷരമായിട്ടും സംഖ്യയായിട്ടും അതിനെ ഗണിച്ചു വരുമ്പോൾ അവരുടെ കണക്കനുസരിച്ച് ലഭിക്കുന്നതായ ഒരു സംഖ്യയാണ് 666 എന്ന് പറയുമ്പോൾ, ഇനി നാം കൂടുതലായി ആധികാരികമായി ചിന്തിച്ചാൽ, നെബൂഖദ്നേസർ ഒരു ബിംബമുണ്ടാക്കി. ആ ബിംബത്തിൻ്റെ അളവ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അവിടെ ആ നെബൂഖദ്നേസർ ഉണ്ടാക്കിയതായ ബിംബം എന്ന് പറയുന്നത് 60 മുഴം വീതിയും 6 മുഴവും ആയിരുന്നു. അതിൻ്റെ ഉയരം 60 മുഴവും വീതി 6 അത് വെച്ച് ഗണിക്കുമ്പോൾ അത് മനുഷ്യനെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ബാബിലോണിൻ്റെ പ്രതിമ ഒരു വിഗ്രഹാരാധനയെ പ്രതികരിക്കുകയാണ്. അന്ന് നെബൂഖദ്നേസർ അതിനൊരു പ്രമുഖ സ്ഥാനം കൊടുത്തിരുന്നു, വിഗ്രഹാരാധനയ്ക്ക്. എന്നാൽ വേദപുസ്തകത്തിൽ വെളിപ്പാടുകാരനായ യോഹന്നാനും അതേപോലെ തന്നെ ദാനിയേലും ഈ മൃഗത്തെ വളരെ വ്യക്തമായിട്ട് വ്യാജ ആരാധനയെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം ഇന്ന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മൃഗം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് തൻ്റെ ആധിപത്യം സർവ്വലോകത്തിനും താനാണ് അധികാരി എന്നുള്ള അർത്ഥത്തിൽ എടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങോട്ട് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് പല രാജ്യങ്ങളും
ഈ സംഖ്യയെ ആധികാരികമായി അംഗീകരിക്കുകയും പലയിടങ്ങളിലും ഈ മുദ്ര ഇന്ന് അല്ലെങ്കിൽ ഈ സംഖ്യ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അവസാനം ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ സ്ഥാനം ആർക്കും എടുക്കുവാൻ സാധ്യമല്ല. നമുക്ക് ഈ അന്ത്യകാലത്ത് നമ്മുടെ പ്രമുഖ സ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിനൊരു സ്ഥാനം നമ്മൾ കൊടുക്കുക. ഒരു വ്യക്തിക്കും, മനുഷ്യരെന്നല്ല, പ്രസിഡന്റ് എന്നുള്ള അല്ല, രാജ്യ തലവന്മാരല്ല, ഭരണാധികാരികളല്ല, ഏത് ഉന്നതനായാലും ദൈവത്തിൻ്റെ സ്ഥാനം ആർക്കും എടുക്കുവാൻ സാധ്യമല്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ 66 എന്നുള്ള സംഖ്യ നാം ഓർത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷയായി നമ്മൾ വരുമ്പോൾ ഇതിനതിജീവിപ്പാൻ വേണ്ടുന്ന കൃപ നമുക്ക് തരട്ടെ. നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് ഈ വചനങ്ങളിലൂടെ സാധിച്ചു. ഇത് ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത് ശരിയായി ഉൾക്കൊള്ളുവാൻ ആ സംഖ്യയുടെ അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ അതിൽ നിന്ന് നമുക്കൊരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അതിനെന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ 666 എന്ന മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ച് പഠിക്കുവാൻ, അല്പസമയം ചിന്തിപ്പാൻ വിശുദ്ധ യോഹന്നാനിലൂടെയും ദാനിയേൽ എന്ന ഞങ്ങളുടെ ശ്രേഷ്ഠ പ്രവാചകന്മാരുടെ സാധിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്ഥാനം ഇന്ന് മനുഷ്യനായിരിക്കുന്ന ഒരു മൃഗം ഏറ്റെടുത്തിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനാണ് ഒന്നാമത്തെ സ്ഥാനമെന്ന് ചിന്തിപ്പാൻ ഈ വിലയേറിയ ദൂതിലൂടെ നമുക്ക് സഹായിപ്പാനിടയാക്കിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഈ ദൂതിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ കരുണയുടെ പിതാവേ, ആമേൻ.